വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്താലോ? അപ്പം വൺ ബ്രാൻഡ് മേക്കപ്പ് ലുക്കാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഷുഗർ പോപ്പിൻ്റെ പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കാണിക്കാൻ പോകുന്നത്. ഷുഗർ പോപ്പ് എന്ന് പറയുന്നത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ തന്നെ പ്രോഡക്റ്റാണ്. അപ്പോൾ അവരുടെ പ്രോഡക്ട്സ് എല്ലാം തന്നെ അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രോഡക്ട്സാണ്. അപ്പോൾ ആ ഒരു അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ ബെല്ലൈക്കൺ ഉണ്ട്. അപ്പോൾ അതുകൂടെ ക്ലിക്ക് ചെയ്യുക, എങ്കിലും ഞാൻ വീഡിയോസ് ചെക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ, മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫേസ് നന്നായിട്ട് പ്രിപ്പ് ചെയ്യണം. പ്രിപ്പ് ചെയ്തെങ്കിൽ നമുക്ക് ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തെങ്കിൽ നമുക്ക് മേക്കപ്പ് നല്ല ഫ്ലോലെസ് ആയിട്ടിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കേക്കി ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡോട്ട് ആൻഡ് ഗീയുടെ 72 ഹവേഴ്സ് ഹൈഡ്രേറ്റിംഗ് ചെയ്യുന്ന ഈ ഒരു മോയ്സ്ചറൈസറാണ്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഷുഗർ പോപ്പിൻ്റെ പ്രൈമറാണ്. പ്രൈമർ ഞാൻ എടുത്തിട്ടുണ്ട് ഷുഗർ പോപ്പിൻ്റെ. ഇത് നല്ലൊരു പ്രൈമറാണ്, നല്ല അഫോർഡബിൾ റേഞ്ചാണ്. നമുക്ക് പോർസ് ഒക്കെ ഉള്ളത് പോർസൊക്കെ ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. ഇതിങ്ങനത്തെ ട്യൂബ് സൈസിലാണ്, ഒരു ജെൽ ടൈപ്പിലാണ് വരുന്നത്. ഞാൻ എടുക്കുന്നത് ഷുഗർ പോപ്പിൻ്റെ ഈ ഒരു പ്രൈമറാണ്. നല്ല ട്രാൻസ്പെറൻറ്റ് കളറാണ്. ഇത് ഞാൻ ഫേസ് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മുടെ പോർസൊക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്യാൻ സഹായിക്കും. ഇതൊരു ബ്രൈറ്റനിങ് പ്രൈമർ അല്ല, പോർസ് നന്നായിട്ട് മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് മേക്കപ്പ് നല്ല ഫ്ലോ ആയിട്ട് തോന്നാനായിട്ടും സഹായിക്കുന്ന ഒരു പ്രൈമറാണ്. ഇത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഫ്ലോ നമുക്ക് തോന്നുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അടിപൊളിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ട്രോ ക്രീമാണ് ഞാൻ എടുക്കുന്നത്. സ്ട്രോ ക്രീം നമുക്ക് ഷുഗർ പോപ്പിന് സ്ട്രോ ക്രീമോ ഹൈലൈറ്ററോ ഒന്നും അങ്ങനെ ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഞാൻ എർത്ത് റിതമിൻ്റെ ഇവിടെ എടുക്കുകയാണ്. ഈ ഒരു സ്ട്രോ ക്രീം നല്ലതാണ്, നല്ല നാച്ചുറലായിട്ട് തോന്നാനായിട്ട് സഹായിക്കുന്ന സ്ട്രോ ക്രീമാണ്. ഇത് നമുക്ക് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു നാച്ചുറൽ ഗ്ലോ തോന്നും. വേറെ ഹൈലൈറ്റർ ഒന്നും ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പം അടിപൊളിയാണിത്. ഇതൊരു ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രോ ക്രീമാണ്. ഒരു വൈറ്റ് കളറോ അങ്ങനെയൊന്നുമല്ല, നല്ല ടിൻറ്റഡ് കളറാണ്. നമ്മുടെ സ്കിന്നിൻ്റെ കളറാണ് ഈ ഒരു കളറ്. അപ്പോൾ എല്ലാ സ്കിൻ ടോണിനും സൂട്ടാവുന്നൊരു കളറാണ്. നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസ് നല്ലൊരു ബ്രൈറ്റിങ് നമുക്ക് തോന്നും, ഒരു ഗ്ലോ നമുക്ക് തോന്നും. ഇതാ കണ്ടില്ല, നമുക്ക് നല്ലൊരു ഗ്ലോ തോന്നും ഫേസിന്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇത് 04 പീനട്ട് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് എൻ്റെ സെയിം കളറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉപയോഗിച്ചില്ല, ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം പ്രൈമർ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ സെയിം ഷെയ്ഡ് തന്നെയാണ്. അപ്പം ഇത് നമുക്ക് ഫേസിൽ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫേസിലും നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു മീഡിയം കവറേജേ ഉള്ളെന്ന് തോന്നുന്നു ഈ ഒരു ഫൗണ്ടേഷൻ കണ്ടിട്ട്. എന്തായാലും ഞാനിത് അപ്ഡേറ്റ് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നല്ല ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കേക്കി ആയിട്ടോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. നല്ല എളുപ്പത്തിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ചില ഫൗണ്ടേഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും അവിടെ ഇവിടെ ഇങ്ങനെ കേക്കി ആയിട്ടിരിക്കും. പക്ഷേ ഇത് നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്നോ നമുക്ക് അത്രത്തോളം നമുക്ക് ആ ഒരു മേക്കപ്പ് നല്ല ഫ്ലോ ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നതിലില്ല, നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതിലാണ് നമുക്ക് ആ ഒരു മേക്കപ്പിൻ്റെ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുക. കണ്ടോ, മീഡിയം കവറേജേ ഉള്ളൂ, ഒരു ഫുൾ കവറേജ് എന്ന് പറയാൻ പറ്റുന്നില്ല. ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ ഷുഗർ പോപ്പിന് എല്ലാ പ്രോഡക്ട്സും നമുക്ക് അവൈലബിൾ അല്ല. ഐ ഷാഡോ ഇല്ല, അതുപോലെ തന്നെ കോണ്ടറിങ് ചെയ്യാനായിട്ടുള്ള പാലറ്റ് ഇല്ല, പിന്നെ നമുക്ക് ഹൈലൈറ്റർ ഇല്ല. അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ അല്ല, അത് ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഫൗണ്ടേഷൻ, കൺസീലർ, കോമ്പാക്റ്റ് അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ കണ്ട പ്രോഡക്ട്സ് ഏകദേശം എല്ലാം തന്നെ ഞാൻ വാങ്ങിയിട്ടും ഉണ്ടായിരുന്നു. ഞാൻ നൈക്കയിൽ നിന്നാണ് വാങ്ങിച്ചിരുന്നത് ഈ ഒരു പ്രോഡക്ട്സ് എല്ലാം തന്നെ. നമുക്ക് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. കവറേജ് കുറവാണെങ്കിലും കുഴപ്പമില്ല.
ഒരു കേക്കിൻ്റെ സമയം തോന്നുന്നേ ഇല്ല. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോ, ട്രാൻസ്ഫർ ആവുമോ എന്നൊക്കെ ഓക്സിഡൈസ് ആവുമോ എന്നൊക്കെ പിന്നീട് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാമേ. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഓക്സിഡൈസ് ആവുമോ എന്നറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഇപ്പം അപ്ലൈ ചെയ്ത് നോക്കിയതേ ഉള്ളൂ. പക്ഷേ അടിപൊളിയാണ്, കുഴപ്പമില്ല. കവറേജിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൺസീലറും ഷുഗർ പോപ്പിൻ്റെ കൺസീലറാണ് 03 പീനട്ട് എന്ന് പറഞ്ഞ സെയിം ഷെയ്ഡ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ണിന് ഇന്നർ കോർണറും ഔട്ടർ കോർണറിലും അതുപോലെ ഞാൻ ഈ ഒരു കണ്ണിൻ്റെ പുറയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിൽ. ഞാൻ ആ ഒരു ലിപ്സിൻ്റെ സൈഡിലും കൂടി ഇതൊന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ആ ലിപ്സിൻ്റെ ഏരിയാസിൽ കുറച്ചൊരു ഡാർക്ക്നെസ് ഉണ്ട്, അത് ഈയിടെ തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ല കവറേജ് ഉണ്ട് കേട്ടോ, കൺസീലറും നല്ല കവറേജ് ഉണ്ട്. ഫൗണ്ടേഷൻ മീഡിയം കവറേജ് ആണെങ്കിലും കൺസീലർ കുഴപ്പമില്ല. ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഡാർക്ക്നെസ് കുറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കവറിങ് ആവുന്നുണ്ടത്. കണ്ടോ, ആ ഒരു ലിപ്സിൻ്റെ സൈഡിൽ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ കുറച്ച് മാഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തന്നെ മാഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൺസീലർ നല്ല കവറേജ് ഉള്ള കൺസീലറാണ്. നമ്മളെപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഫേസിൽ അപ്ലൈ ചെയ്തതിൻ്റെ ഫൗണ്ടേഷൻ ആ ഒരു ബാക്കി വരുന്നത് നമ്മൾ നെക്കിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ല നെക്കിലായിട്ട് വേറെ എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നെക്കിൽ ഒരുപാട് ആവും, ഫേസിൽ കുറച്ച് ആവുകയും ചെയ്യും. അപ്പം എപ്പോഴും നമ്മൾ ബാക്കി ആ ബ്ലെൻഡറിൽ വരുന്ന മിക്സ് നമ്മൾ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്ലോ ആയിട്ടിരിപ്പുണ്ട്. ഈ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാണ്ട് ഞാൻ കോമ്പാക്ട് പൗഡർ എടുത്തിരിക്കുന്നത് ഷുഗർ പോപ്പിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. ഇതിൻ്റെ ഷെയ്ഡ് എത്രയാണെന്ന് വെച്ചാൽ 01 സാൻഡ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡാണ്, ഒരു നല്ല കോമ്പാക്ട് പൗഡർ. മിററും ഉണ്ട്, നല്ല സോഫ്റ്റ് ആണ്, നല്ല മാൻ ഫിനിഷ്. നമുക്ക് ബ്ലഷാണ്, ഷുഗർ പോപ്പിൻ്റെ ബ്ലഷ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ 01 റോസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നല്ല പിങ്ക് കളറാണ്, അടിപൊളി. നല്ല ഒരു റോസ് കളർ നന്നായിട്ടിരിക്കും, നമ്മുടെ കവള് നല്ല ചുവന്നിടിക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു കോമ്പാക്റ്റും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഇച്ചിരി പിങ്ക് കളർ കൂടുതലാണ്, അത് കാരണം ആ ഒരു കോമ്പാക്റ്റ് ഞാൻ ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത്ര എനിക്കൊരു പിങ്ക് ഇഷ്ടമില്ല. നല്ല പിഗ്മെൻറ്റഡ് ആ ഒരു ബ്ലഷ്. അതിനുശേഷം നമുക്ക് ഐ മേക്കപ്പാണ്. ഐ ഷാഡോ ഇല്ലാത്ത കാരണം ഞാൻ ഈ ഒരു ബ്ലഷ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു റോസ് കളർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് കണ്ണിൽ ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും അടിപൊളിയാണ്. കണ്ടോ, നല്ലൊരു കളറാണ്. നമുക്ക് ആ ഒരു ക്രിസ്മസിന് പറ്റിയ ഒരു കളറാണ്. നല്ല റെഡ് കളറില്ല, അത് കാരണം ഈ ഒരു കളർ നല്ല പിങ്ക് കളർ എടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്.
ഇനി നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഷുഗർ പോപ്പിൻ്റെ തന്നെ ഈ ഒരു ഐലൈനറാണ്. ഷുഗർ പോപ്പിൻ്റെ മാറ്റ് ഐലൈനറാണ്, ജെറ്റ് ബ്ലാക്ക് കളറാണ്. അപ്പം അതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് നല്ല ആപ്ലിക്കേറ്ററാണ്, നല്ല നീളമുള്ള ആപ്ലിക്കേറ്റർ, അടിപൊളിയാണ്. നമുക്ക് എഴുതാനായിട്ട് തങ്ങിനെ ഇരിക്കും, നല്ല ആപ്ലിക്കേറ്ററാണ്. എനിക്കിതിൻ്റെ ഒരു പെൻ ടൈപ്പിലുണ്ട്, പക്ഷേ എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് കുഴപ്പമില്ല, ഇത് നല്ല സാധനം, ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ഐലൈനർ. ഇത് ട്രാൻസ്ഫർ ആവില്ല, അതുപോലെ തന്നെ നമുക്ക് വാട്ടർ പ്രൂഫുമാണ് ഈ ഒരു ഐലൈനർ. സ്മഡ്ജൊന്നും ആകത്തില്ല, പടരത്തൊന്നുമില്ല. അപ്പം അടിപൊളിയാണ്, നല്ല അഫോർഡബിൾ ഉള്ള റേഞ്ചുമാണ് ഈ ഒരു ഐലൈനർ. പിന്നെ ഇനി നമുക്ക് കാജലും നമുക്ക് അടിപൊളിയാണ്. കാരണം ഇത് നമുക്ക് എഴുതി കഴിഞ്ഞാൽ പടരത്തില്ല ഈ ഒരു കാജൽ. ഞാൻ ഒത്തിരി പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൊരു കാജലാണ്. ഞാനത് കണ്ണിന് താഴെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ജെറ്റ് ബ്ലാക്കാണ് ഈ ഒരു കാജൽ. നമുക്ക് എഴുതിയാൽ നമുക്ക് നല്ല കണ്ണ് നന്നായിട്ട് എടുത്ത് നിൽക്കുന്ന ഒരു കാജലാണ്. നമുക്ക് ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഈ ഒരു മസ്കാര തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മസ്കാരയുടെ ഈ ഒരു ബ്രഷ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. കാരണം ഐബ്രോ പെൻസിലോ എൻഹാൻസറോ ഒന്നും ഇല്ല. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങനൊന്ന് ഓടിച്ച് ചീകി കൊടുക്കുകയാണ്. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. നല്ല തിക്കായിട്ട് തോന്നാൻ സഹായിക്കും ഈ ഒരു മസ്കാര. വാട്ടർ പ്രൂഫാണ്. അടുത്തായിട്ട് നമുക്ക് ഹൈലൈറ്ററായിട്ട് ഞാൻ ഈ ഒരു സ്ട്രോപ്പ് ക്രീം തന്നെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുഞ്ഞതായിട്ട് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു ചെറിയൊരു ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഗ്ലോ കിട്ടും, നമുക്ക് ഒരു നല്ലൊരു തിളക്കം കിട്ടാനായിട്ടല്ല, വേറെ ഒന്നുമല്ല. കണ്ടില്ലേ, നമുക്ക് നല്ലൊരു നാച്ചുറൽ ഗ്ലോ തോന്നാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ട്രോപ്പ് ക്രീം അടിപൊളിയാണ്. നമ്മളൊരു ഹൈലൈറ്റർ ആയിട്ട് അപ്ലൈ ചെയ്താലോ അല്ലെങ്കിൽ ഒരു സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും നമുക്ക് തോന്നത്തില്ല. നല്ല ഗ്ലോയും കിട്ടും, നല്ല നാച്ചുറലായിട്ട് നമുക്ക് ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കും കൂടി ഉള്ളൂ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് 19 ക്രാൻബെറി എന്ന് പറയുന്ന ഷെയ്ഡാണ്. നല്ലൊരു റെഡ് മെറൂൺ അങ്ങനത്തെ ഒരു ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡ് ഒരു റെഡ് അണ്ടർടോൺ വരുന്നൊരു മെറൂൺ ഷെയ്ഡാണ്. അപ്പം നല്ല മാറ്റ് ഫിനിഷാണ്, നമുക്ക് ട്രാൻസ്ഫർ പ്രൂഫാണ്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. നല്ല അടിപൊളി റെഡ് കളറിലെ ലിപ്സ്റ്റിക്കാണ്. നമുക്ക് ഈ ക്രിസ്മസിനും ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കളറാണ് ഈ ഒരു ഷെയ്ഡ്. അപ്പം നമ്മുടെ ഏകദേശം മേക്കപ്പ് ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക്. ഒരു റെഡ് കളറിലെ ഗൗണാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.